അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഞാനടക്കമുള്ള എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുപോലെ ഇരുന്ന് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നതിനിക്ക് തസ്ബീഹ് ചൊല്ലിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എന്റെ അഭിപ്രായമല്ല, അത് ഞാൻ പറഞ്ഞു തരാം ആരാണ് പറഞ്ഞത് എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ കല്യാണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പരസ്പരം നോക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഫോണിൽ സംസാരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് നമുക്ക് നല്ലതല്ല, അത് ഹറാമാണ്. നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം സംസാരിക്കുന്നത് കൊണ്ട് വിരോധമില്ല, ഹലാലാണ്. എന്നാൽ ആ സമയത്തൊക്കെ ആദ്യം നല്ല രൂപത്തിൽ ഒരുപാട് സംസാരിച്ചു കൊണ്ടുണ്ടായിരുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് താരതമ്യേന കുറഞ്ഞു വരുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു ഉസ്താദ് വളരെ രസകരമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ, എന്താണ്? ശരി. ഓക്കെ, വേറൊന്നുമില്ല. എന്നാ ശരി, ഓക്കെ. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ ശരി, റാഹത്തന്നെ? സുഖാണ്, അൽഹംദുലില്ലാഹ്, അങ്ങനെ പോണ്, റാഹത്തായിട്ട് പോണ്. എവിടെയല്ലേ? പിന്നെ ഈ വൈക്കൊന്നും കാണില്ലല്ലോ, റാഹത്തായിട്ട് അങ്ങനെ പോണ്, സുഖമായിട്ട് പോണ്. ഓക്കെ. ഫോൺ വെക്കല്ലേ, ഇതെന്താ വിളിക്കാൻ കഴിയില്ല, ഇപ്പം തന്നെ ഫോൺ വെക്കാനായോ? എന്താ തിരക്കുണ്ടോ? ഇൻഷാ അല്ലാ നമുക്ക് കാണാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇവിടെ രണ്ട് ഫോണില് രണ്ട് ടൂണാണ് സംസാരിച്ചത് അല്ലെ. ആദ്യം പെട്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂണ്. രണ്ടാമത്തത് അവിടെ നിന്ന് വെക്കട്ടെ ചോദിക്കുമ്പോഴും വെക്കല്ലേ എന്ന് പറയുന്ന ഒരു ടൂണ്. അതിന് പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, നല്ല കഥ. ഫസ്റ്റ് വിളിച്ചത് രണ്ട് കൊള്ളും രണ്ട് വ്യത്യാസമാണ്. ഒന്ന് നല്ല സൗമ്യമായിട്ടും സ്നേഹത്തോടെയും സുഹൃത്തുക്കൾക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കാർക്ക് വിളിക്കുന്ന അങ്ങനെയല്ല. ഇനി നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുള്ള അഥവാ പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു പ്രശ്നം. ഇനിയാണ് കാര്യം, ആ കാര്യത്തിലേക്ക് വരാം നമുക്ക്. ആലോചിച്ച് നോക്കി, മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇശായിന് ശേഷം സംസാരിക്കൽ കറാഹത്താണ്, വേഗം കിടന്നുറങ്ങണം. എന്നാൽ ഭാര്യയായിട്ട് സംസാരിച്ചാൽ അത് തസ്ബീഹിന്റെ കൂലിയാണ്. ഭാര്യയായിട്ട് ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചാൽ തസ്ബീഹിന്റെ കൂലിയായിട്ട് നന്മയുടെ ഏടിൽ എഴുതപ്പെടുന്ന. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ആദ്യമൊക്കെ ഭയങ്കര ഉറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നിക്കാഹിന്റെ സമയത്ത് അതുപോലെ തന്നെ ആ സമയത്ത് ഫോൺ വെക്കുന്നില്ല. അത് കഴിഞ്ഞ് കാര്യത്തിലേക്ക് അഥവാ കല്യാണം കഴിഞ്ഞ് ഒരു 6-7 മാസമായി കഴിഞ്ഞാൽ പിന്നീട് ആദ്യം ഇങ്ങനെ ഒന്നുമില്ല, ഹലോ ശരിയടാ, ഞാൻ ഇപ്പോൾ വരാടാ എന്നൊക്കെ പറയും. പിന്നെ ഇപ്പോൾ പിന്നെ ഇങ്ങനെ പെരുമാറ്റം തുടങ്ങും. എന്തേ എന്താ വേണ്ടേ, ഞാൻ വരുന്നല്ലേ പറഞ്ഞേ. സ്ട്രോങ് ആവും. ആരോട്? ഭാര്യ. വലിയ പ്രതീക്ഷയിൽ ചിലപ്പം പിന്നെ നമ്മുടെ അവരുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് വിളിക്കരുത് എന്നതുപോലെ തന്നെ ആര് ശ്രദ്ധിക്കണം, ഭർത്താവിനോട് സംസാരിക്കണം, സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ പിന്നെ ആ ഒരു ഇടത്തൊക്കെ അവർക്കനുസരിച്ച് അവരുടെ പിന്നെ അവസ്ഥ മനസ്സിലാക്കിയത് ഭർത്താവ് വിളിക്കുമ്പോൾ ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഭാര്യ പെരുമാറേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തൊരു മഹത്വം. മാത്രമല്ല കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഇമ്പമുള്ള ആ ഒരു സ്നേഹത്തിൽ പോകുകയാണെങ്കിലും ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്ന വേറെ അമലുമില്ല. അത്രയും ഭാര്യ സംസാരിക്കുന്നത്, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വസ്ത്രം കൊടുക്കുന്നത്, അവരുമായിട്ട് യാത്ര പോകുന്നത്, ഇതൊക്കെ പ്രതിഫല കാര്യമാണ്. ഇതൊക്കെ ദീനിൽ അനുവദിക്കപ്പെട്ട പ്രതിഫലാർഹമായിട്ടുള്ള സംഗതി. പറഞ്ഞ എത്ര സത്യമാണല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരുത്തരും നോക്കുക. മറ്റുള്ള ആളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണ്ട, നമ്മുടെ ജീവിതത്തിൽ നോക്കുക. നമ്മുടെ ജീവിതം തുടക്കം എങ്ങനെയായിരുന്നു, ഇപ്പൊ എത്തി നിൽക്കുന്ന സമയം എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ. കറക്റ്റ് ഉസ്താദ് പറഞ്ഞത് ആദ്യമൊക്കെ നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ കാലക്രമേണ അതൊക്കെ പോയി, മുണ്ടാട്ടം തന്നെ കുറഞ്ഞു. ചില ആളുകൾ ജോലി ലീവാണെങ്കിൽ പോലും വെറുതെ അങ്ങാടി കൂടെ കറങ്ങി നടക്കുന്ന കാണാറുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയാൽ അവളല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ മുമ്പ് കാലത്ത് അങ്ങനെയല്ല. സുഹൃത്തുക്കൾ എവിടെയെങ്കിലും കറങ്ങാൻ വിളിച്ചാൽ പോലും പോകാതെ വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിക്കാഹ് കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫോൺ വിളിച്ചു കൊണ്ടിരുന്ന ആള് ഇപ്പോ സ്വന്തമായപ്പോ വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല. എന്നാൽ അങ്ങനെ അല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. പരസ്പരം സംസാരിച്ചാൽ തസ്ബീഹ് ചൊല്ലിയതിന്റെ കൂലിയാണ് എന്നാണ് ഈ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം ഭാര്യമാരെ അതിരറ്റ് സ്നേഹിക്കാനും, അതുപോലെ ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഖിറത്തിലും സ്വന്തം ഭാര്യമാരായി ലഭിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.